നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2023-2026 ബാച്ച് ബിരുദ പരീക്ഷാഫലങ്ങൾ വന്നിരിക്കുകയാണ്. ഇതൊരു സാധാരണ റിസൾട്ട് പ്രഖ്യാപനമല്ല കേട്ടോ. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, സർവകലാശാല അധികൃതർക്കും ശരിക്കും അഭിമാനിക്കാൻ വക നൽകുന്ന അക്കാദമിക് രംഗത്തെ വലിയൊരു കുതിച്ചുചാട്ടത്തിന്റെ കണക്കുകൾ കൂടിയാണ് ഇത്തവണത്തെ ഫലപ്രഖ്യാപനം. അതെന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം തന്നെ ഈ റിസൾട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വെറും 28 പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ടാണ് ഇത്തവണ യൂണിവേഴ്സിറ്റി ഈ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പരീക്ഷ എഴുതിക്കഴിഞ്ഞ മാസങ്ങളോളം റിസൾട്ടിനായി കാത്തിരിക്കുന്ന ആ പഴയൊരു രീതിയുണ്ടായിരുന്നല്ലോ, അതൊക്കെ മാറി. തികച്ചും അവിശ്വസനീയമായ റെക്കോർഡ് വേഗത്തിലാണ് ഇത്തവണ ഫലം വന്നിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇതൊരു വലിയ മാറ്റമാണ്. കുട്ടികൾക്ക് അവരുടെ തുടർപഠനവും ജോലി കാര്യങ്ങളൊക്കെ വേഗത്തിൽ തീരുമാനിക്കാൻ ഈ 28 ദിവസത്തെ റെക്കോർഡ് ഒരുപാട് സഹായിക്കും, തീർച്ച. ഇനി ഈ നേട്ടത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ പരീക്ഷയ്ക്കായി ആകെ രജിസ്റ്റർ ചെയ്തത് 72,995 വിദ്യാർത്ഥികളാണ്. അതിൽ 59,458 പേർ പാസ്സായി. അതായത് യൂണിവേഴ്സിറ്റിയുടെ മൊത്തം വിജയശതമാനം ഏതാണ്ട് 81.78%. ഇത്രയധികം കുട്ടികൾ പരീക്ഷ എഴുതുകയും അതിൽ 81% പേർ ഒറ്റയടിക്ക് വിജയിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വലിയൊരു സമർപ്പണം തന്നെയാണ് കാണിക്കുന്നത്. തീർച്ചയായും ഈ ഒരു വലിയ നേട്ടം ഒരു ദിവസം രാവിലെ തനിയെ ഉണ്ടായതല്ല. ഇതിന് പിന്നിൽ രാപ്പകലില്ലാതെ അധ്വാനിച്ച ഒരുപാട് പേരുണ്ട്. അവരെ പരാമർശിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പരീക്ഷാഭവനിൽ നടന്ന ചടങ്ങിൽ വെച്ച് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രനാണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഈ റെക്കോർഡ് വേഗതയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും പരീക്ഷാഭവൻ ജീവനക്കാരെയും അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചിരുന്നു. സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ടി വസുമതിയുടെ അധ്യക്ഷതയിൽ നടന്ന ഈ ചടങ്ങിൽ രജിസ്ട്രാർ ഡോക്ടർ സി ഡി സെബാസ്റ്റ്യൻ, പരീക്ഷാ കൺട്രോളർ ഡോക്ടർ പി സുനോജ് കുമാർ, അതുപോലെ എ കെ അനുരാജ്, കെ പ്രവീൺ കുമാർ, ആർ കെ ജയകുമാർ തുടങ്ങി മറ്റു പ്രധാന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഇവരുടെ എല്ലാം കൃത്യമായ ഏകോപനം കൊണ്ടാണ് ഇത്രയും വേഗത്തിൽ ഈ നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന റിസൾട്ട് കൃത്യമായി ഏത് വിഭാഗത്തിന്റേതാണെന്നുകൂടി ഓർമ്മിപ്പിക്കാം. 2023-2026 ബാച്ചിലെ അഫിലിയേറ്റഡ് കോളേജ് വിദ്യാർത്ഥികളുടെയും പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികളുടെയും 6ാം സെമസ്റ്റർ ഫലമാണിത്. ഇതില് റെഗുലർ, സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അതായത് ലക്ഷക്കണക്കിന് പേപ്പറുകളാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മൂല്യനിർണ്ണയം നടത്തി പൂർത്തിയാക്കിയിരിക്കുന്നതെന്ന് സാരം. ശരി, ഇനി നമുക്ക് ഈ പരീക്ഷകളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ചില പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിലെ ഏറ്റവും വലിയ കൗതുകം എന്താണെന്നോ? ചില പ്രോഗ്രാമുകൾക്ക് 100% വിജയമാണ് ലഭിച്ചിരിക്കുന്നത്. ബികോം ഹോണേഴ്സ്, BTA എന്നീ പ്രോഗ്രാമുകൾ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും പാസ്സായി. ഇതൊരു അസാമാന്യ പെർഫോമൻസ് തന്നെയാണ്. ഈ കുട്ടികൾക്കും അവരെ പഠിപ്പിച്ച അധ്യാപകർക്കും ശരിക്കും വലിയൊരു കയ്യടി തന്നെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഈ 100%-ന് തൊട്ടു പിന്നാലെ തന്നെയുണ്ട് മറ്റു ചില മിന്നും താരങ്ങൾ. അഫ്സലുൽ ഉലമ കോഴ്സിൽ 95.71% വിജയം. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഡിമാൻഡുള്ള BCAയ്ക്ക് 90.90%, BTFPക്ക് 90.48% വിജയമുണ്ട്. 90%-ന് മുകളിൽ വിജയം നേടുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം മികച്ച നിലവാരത്തിലാണ് ഈ കുട്ടികൾ പഠിക്കുന്നതെന്ന് ഉറപ്പാണ്. അതേസമയം ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ പ്രോഗ്രാമുകളുടെ കാര്യവും ഒട്ടും മോശമല്ല കേട്ടോ. BA പ്രോഗ്രാമുകൾ 85.06% വിജയം നേടിയപ്പോൾ BSc 83.89%, BCom 83.02%, BBA 81.05% എന്നിങ്ങനെയാണ് കണക്കുകൾ. വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ഈ കോഴ്സുകൾ 80%-ന് മുകളിലുള്ള വിജയനിരക്ക് നിലനിർത്തുന്നത് സർവകലാശാലയുടെ പൊതുവായ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ വലിയൊരു തെളിവാണ്. എന്നാൽ എല്ലാ കോഴ്സുകളും ഇതേപോലെ തിളങ്ങിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ അപവാദമുണ്ട്. ബാച്ചിലർ ഓഫ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അഥവാ BVC കോഴ്സിന്റെ വിജയശതമാനം 62.50 മാത്രമാണ്. റെഗുലർ പ്രോഗ്രാമുകളിൽ താരതമ്യേന കുറഞ്ഞ നിരക്കാണിത്. എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സിൽ മാത്രം കുട്ടികൾക്ക് അല്പം ബുദ്ധിമുട്ട് നേരിട്ടത് എന്നത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഈ ഫലപ്രഖ്യാപനത്തിലെ ഏറ്റവും ഗൗരവകരമായ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. റെഗുലർ പഠനവും വിദൂര വിദ്യാഭ്യാസവും തമ്മിലുള്ള വലിയ വ്യത്യാസം. നമുക്ക് BCom കോഴ്സ് തന്നെ ഉദാഹരണമായി എടുക്കാം. കോളേജിൽ പോയി പഠിച്ച റെഗുലർ വിദ്യാർത്ഥികളുടെ വിജയശതമാനം 83.02 ആണെന്ന് നമ്മൾ കണ്ടല്ലോ.
എന്നാൽ ഇതേ കോഴ്സ് ഇതേ സിലബസിൽ വിദൂര വിദ്യാഭ്യാസം വഴി പഠിച്ച വിദ്യാർത്ഥികളുടെ വിജയം നോക്കൂ, വെറും 58.82% കൂപ്പുകുത്തിയിരിക്കുന്നു. ഒരേ പരീക്ഷ എഴുതിയിട്ടും ഇത്രയും വലിയൊരന്തരം എങ്ങനെ വരുന്നു എന്ന് ചിന്തിക്കേണ്ടതല്ലേ? അപ്പോൾ BBA കോഴ്സിന്റെ അവസ്ഥ നോക്കിയാൽ നമ്മൾ ശരിക്കും ഞെട്ടും സുഹൃത്തുക്കളെ. BBA റെഗുലർ കുട്ടികൾ 81.05% നേടിയപ്പോൾ ഡിസ്റ്റൻസ് വഴി BBA പഠിച്ചവരുടെ വിജയം കഷ്ടിച്ച് 50.26% മാത്രമാണ്. ഏകദേശം 31% അന്തരമാണിവിടെയുള്ളത്. അതായത് വിദൂര വിദ്യാഭ്യാസത്തിൽ പകുതിയോളം കുട്ടികളും പരാജയപ്പെട്ടു എന്ന സാരം. അധ്യാപകരുടെ നേരിട്ടുള്ള ഗൈഡൻസ് ഇല്ലാത്തത് മാനേജ്മെന്റ് കോഴ്സുകളിൽ കുട്ടികളെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇത് വെറും മാനേജ്മെന്റ് കോഴ്സുകളുടെ മാത്രം പ്രശ്നവുമല്ല. ആർട്സ് ഭാഷാ വിഷയങ്ങളിലും ഈ വിടവ് വളരെ പ്രകടമാണ്. BA കോഴ്സുകളിൽ റെഗുലർ 85.06%വും ഡിസ്റ്റൻസ് 82.41%വുമാണ് വിജയം. അവിടെ വ്യത്യാസം കുറവാണെങ്കിലും ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അഫ്സലുൽ ഉലമയുടെ കാര്യം നോക്കും. റെഗുലർ വിഭാഗത്തിൽ 95.71% വിജയമുണ്ടായിരുന്ന കോഴ്സ് ഡിസ്റ്റൻസ് ആയപ്പോൾ 73.02%ആയി താഴേക്ക് പോയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സ്വയം ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. റെഗുലർ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും വിദൂര വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്കുമിടയിൽ വിജയശതമാനത്തിൽ ഇത്രയും വലിയൊരു വിടവുണ്ടാകാൻ കാരണം എന്താണ്? ഡിസ്റ്റൻസ് വിദ്യാർത്ഥികൾക്ക് കൃത്യസമയത്ത് സ്റ്റഡി മെറ്റീരിയലുകൾ കിട്ടാത്തതാണോ പ്രശ്നം? അതോ സംശയങ്ങൾ തീർക്കാനും ഗൈഡ് ചെയ്യാനും മതിയായ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തതാണോ? വെറും 28 ദിവസം കൊണ്ട് റിസൾട്ട് പ്രഖ്യാപിച്ച് ചരിത്രം സൃഷ്ടിച്ച സർവകലാശാല അടുത്തതായി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഈ ഒരു പ്രശ്നത്തിനാകും. കാരണം വിദ്യാഭ്യാസം ഏത് രീതിയിലായാലും അത് എല്ലാവർക്കും ഒരേപോലെ പ്രാപ്യമാകണം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചിന്തിക്കാൻ വക നൽകുന്ന ഈ ഒരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ അനാലിസിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.